ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരേഖ്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ്സാണ്. ഓക്കെ, മക്കളെല്ലാവരും കഴിഞ്ഞ ലൈവില് വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ എന്നുള്ള ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഈ ഒരു ലൈവില് നമ്മൾ പഠിച്ചത് മൊത്തം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. നമ്പറുകളെ എങ്ങനെ ഗുണിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ എന്തായാലും 0 മുതൽ അല്ലേ, നമ്മൾ 1 മുതൽ 10 വരെ മിനിമം എൻ്റെ കുട്ടികൾ എല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഗുണന പട്ടിക പഠിച്ചിട്ടുണ്ടാവും. സോ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് ഗെയിം കളിച്ചാലോ? നോക്കിക്കേ, നമ്മുടെ ബോർഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കളേർഡ് ആയിട്ടുള്ള സ്വിച്ചുകൾ കാണാം അല്ലേ? ഈ സ്വിച്ചുകളിൽ താഴെ തന്നെ കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ? ആ നമ്പേഴ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ടുള്ള സ്വിച്ചുകൾ നിങ്ങൾ ഞെക്കുമ്പോൾ ആ മുകളിലുള്ള ബൾബുകൾ കത്തുന്നതായിട്ട് കാണാം അല്ലേ? ഇത് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഗ്രീൻ കളർ സ്വിച്ച് ആണ്. സോ ഗ്രീൻ കളർ സ്വിച്ചിന്റെ താഴെയുള്ള നമ്പർ ഏതാണടാ? 3 into 9. 3 into 9 ചെയ്താൽ നമുക്ക് ഏത് ബൾബായിരിക്കും കത്തുന്നുണ്ടായിരിക്കുക? യെസ്, 27 എന്നുള്ള ബൾബ് കത്തിയിട്ടുണ്ടായിരിക്കും. സോ നെക്സ്റ്റ് നിങ്ങൾ കാണുന്നത് റെഡ് കളർ സ്വിച്ച് ആണ്. റെഡ് കളർ സ്വിച്ചിൻ്റെ അകത്ത് താഴെ തന്നെ നിങ്ങൾക്ക് 5 into 5 എന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, 5 into 5 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25 കിട്ടിയിട്ടുണ്ടാവും. സോ 25 എന്നുള്ള ബൾബും കത്തിയിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് നമുക്ക് യെല്ലോ കളർ സ്വിച്ച് ആണ്. യെല്ലോ കളർ സ്വിച്ചിന്റെ താഴെ തന്നെയുള്ള നമ്പർ 7 into 3 ആണ്. 7 into 3. 7 3 21 എന്നുള്ള ബൾബും നിങ്ങൾക്ക് ഇവിടെ കത്തിയിട്ടുണ്ടാവും. ആൻഡ് ഒരു സ്വിച്ചും കൂടെ ഞാൻ ചെയ്യട്ടെ. അപ്പോൾ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലൂ കളർ സ്വിച്ച് ആണ്. ആ ബ്ലൂ കളർ സ്വിച്ചിന്റെ താഴത്തെ നമ്പർ 6 into 6 ആണ് അല്ലേ? സോ 6 into 6 ചെയ്താൽ നിങ്ങൾക്ക് 36 എന്നുള്ള ബൾബും കത്തിയിട്ടുണ്ടാവും. ഇനിയും ബാക്കി അവിടെ ഓറഞ്ച് ആൻഡ് വയലറ്റ്, ഈ 2 കളർ സ്വിച്ചുകളും ബാക്കിയാണ്. സോ അതിന് താഴെയുള്ള നമ്പേഴ്സുകൾ നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏത് ബൾബായിരിക്കും കത്തുകയുണ്ടായിരിക്കുക എന്നുള്ളത് കണ്ടെത്തുക. സോ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഗുണനപ്പട്ടിക അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ? സോ ഇനിയും ഒരുപാട് ഗെയിമുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ലൈവിന് വേണ്ടി എൻ്റെ മക്കൾ വെയിറ്റ് ചെയ്തിരിക്കുക. സോ നെക്സ്റ്റ് ലൈവിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.